മനോജ് രാമദാസ് വൈദ്യർ എന്ന് പറയുന്ന കോഴിക്കോട്ടെ ഒരു സാംസ്കാരിക നായകൻ അല്ലെങ്കിൽ ചിരി സാമ്രാട്ട്, അങ്ങനെ ഒരു വലിയ ഒരു പ്രതിഭയുടെ മകനാണ്. അപ്പോൾ അച്ഛനെ ഇപ്പോൾ 25 വർഷം അദ്ദേഹം മരിച്ചു, 25 വർഷമായി. അപ്പം പഴയ ആളുകളൊക്കെ മനോജിനോട് അച്ഛനെ പറ്റി നല്ലത് പറയുമ്പോൾ അച്ഛനെ കുറിച്ച് മകൻ എന്ന രീതിയിൽ മനോജിൻ്റെ കാഴ്ചപ്പാടെങ്ങനെയാണ്? അച്ഛൻ ഒന്ന് പ്രധാനമായിട്ട് അച്ഛൻ ഒരു കാര്യത്തിൽ ഇടപെടില്ല എന്നുള്ള മക്കളുടെ കാര്യത്തിൽ. അതെ, മക്കളുടെ കാര്യത്തിൽ വെച്ചാൽ ഫ്രീ ആയിട്ട് ഒരു കാര്യത്തിനും ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു ഇത് ഉണ്ടാകാറില്ല. നമ്മുടെ ഇഷ്ടത്തിന് ജീവിക്കുക എന്നുള്ളതാണ്. പഠിക്കാൻ ആയുർവേദം പഠിക്കാൻ ആയുർവേദം അച്ഛനൊരു നിർബന്ധം ഉണ്ടായിരുന്നു, ആയുർവേദത്തിന് പോകണം. കാരണം ആക്ച്വലി എനിക്ക് താല്പര്യം ഉണ്ടായിരുന്ന വിഷയമായിരുന്നില്ല. എന്തിനായിരുന്നു താല്പര്യം? എനിക്ക് മാത്സ് ആയിരുന്നു, മാത്തമാറ്റിക്സ് ആണ് ഏറ്റവും താല്പര്യം ഉണ്ടായിരുന്നത്. അച്ഛൻ്റെ വേണമെങ്കിൽ പറയാം, അച്ഛൻ്റെ ഒരു നിർബന്ധത്തിനാണ് ആയുർവേദത്തിൽ വന്നത്. എൻ്റെ ബേസിക് കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ അച്ഛൻ തുടങ്ങി വെച്ച ഒരു ഇതാണല്ലോ നമ്മളെ സ്ഥാപനം. അപ്പോൾ അത് നിന്ന് പോരുത് എന്നുള്ളൊരു ഉദ്ദേശം വെച്ചിട്ടാണ്. അങ്ങനെയാണ് ആയുർവേദത്തിൽ. അല്ലാതെ പഠിക്കുന്നതിലോ എന്നാണ് എന്തെങ്കിലും ഒരു ഇതിൽ അങ്ങനെ ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു ഇതും ഉണ്ടായില്ല. അതെ, നിങ്ങളെ ഇഷ്ടത്തിന് ജീവിക്കാന്നുള്ളൊരു നല്ല സ്വാതന്ത്ര്യമായിരുന്നു അല്ലേ? ഡെഫിനറ്റ്ലി, അത് സംശയമില്ലാത്ത. 2 മക്കളെ അങ്ങനെയാണ്. അതെ അതെ അതെ. ഈ അച്ഛൻ്റെ പുറമേ കാണിക്കുന്ന ഈ തമാശയല്ല ഒരു സറ്റയർ എന്ന് പറയാം. അപ്പോൾ അത് എങ്ങനെയാണ് സോഷ്യൽ എല്ലാ സമയത്തും ഉള്ള സ്ഥിരമായിട്ടുള്ള, എനിക്ക് തോന്നുന്നത് ജന്മനാളുള്ളൊരു ഇതാണ്. എന്ത് സംസാരിക്കുന്ന സമയത്തും ആ രീതിയിലാണ്. കാരണം നമ്മളെ വീട്ടിലേക്ക് ആരെയും വരികയാണെങ്കിലും സ്ഥിരമായിട്ടുള്ള കുറേ ചോദ്യങ്ങൾ, കുറേ ആളുകൾ വരുന്ന സമയത്തും സംസാരിക്കുന്ന സമയത്തൊക്കെ ഒരു ഹ്യൂമർ എല്ലാത്തിലും ഉണ്ടാകാറുണ്ട്. കുടുംബത്തിൽ അച്ഛൻ ഒന്നാമത് വെച്ചാൽ ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് അച്ഛനെ ഞാൻ കാണുന്ന സമയം വളരെ കുറവായിരുന്നു. എൻ്റെ പ്രധാനപ്പെട്ട കാരണം വെച്ചാൽ രാവിലെ അച്ഛൻ എത്തുമ്പോൾ രാത്രി വളരെ ലേറ്റ് ആയിട്ട്, രാത്രി 12 മണി 1 മണിക്കേക്ക്. രാവിലെ ഞാൻ സ്കൂളിൽ പോകുന്ന സമയം അച്ഛൻ എണീറ്റിട്ടുണ്ടാവില്ല. അച്ഛൻ പോകാന്ന് പറയുമ്പോൾ ഒരു 4 മണിക്കൊക്കെയാണ് പോവുക. അപ്പം സ്ഥിരം ഒരു ഇൻട്രാക്ഷൻ, സ്ഥിരം അത് വളരെ കുറവാണ്. അച്ഛൻ്റെ ഒരു സൗഹൃദത്തിനാണ് ഏറ്റവും അധികം ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. എഴുത്തുകാരായിട്ടുള്ള അങ്ങനെ പരിചയം ഉണ്ടായിരുന്നു? അല്ല, എനിക്ക് അച്ഛനല്ല, താങ്കൾക്ക്. അച്ഛൻ്റെ ഒരുവിധ ആളുകൾ കൂടുതൽ അടുപ്പുണ്ടായിരുന്നത്? അച്ഛൻ അന്ന് കാക്കനാടൻ സാറൊക്കെ ഒരു ഭയങ്കര അതായത് സ്ഥിരം ഇവിടെ വന്ന് എന്തെങ്കിലും താമസിക്കും. പിന്നെ പണ്ട് മലയാറ്റൂരൊക്കെ ആദ്യം മലയാറ്റൂരിനൊക്കെ ഞാൻ അച്ഛൻ പറഞ്ഞിട്ട് കാണാൻ പോയിട്ടുണ്ട്. മലയാറ്റൂർ VK ഇവരൊക്കെ. OB വിജയൻ സാർ ഒരിക്കലും വീട്ടിൽ വന്നൊരു ഭയങ്കര രസമായിട്ടുള്ള. കാരണം എനിക്ക് തോന്നുന്നു ഞാനൊരു 5ാം ക്ലാസ്സിലോ 4ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്നു. അപ്പോൾ രാത്രി ഒരു ഏകദേശം ഒരു 12 മണിക്ക് ആകുമ്പോഴേക്കും അത് അപ്പം അച്ഛൻ്റെ കൂടെ ഒരാളുണ്ട്. എന്നോട് ചോദിച്ചു, എനിക്ക് അറിയോ? എനിക്ക് ഇതാണ് OB വിജയൻ. രാത്രി ഒരു 12 മണി സമയത്ത്. പിന്നെയാണ് അത് ആരാന്നുള്ളത് പിന്നെ നമുക്കറിയില്ല. എനിക്കൊന്ന് ഒരുവിധ ആളുകൾ ആ സമയത്ത് സ്ഥിരമായി തകഴിയായിട്ട് ബന്ധപ്പെട്ട ഒരു കഥ കേട്ടില്ല, ഒരു 10 രൂപയുടെ. അതെന്താണ് സംഭവം? അത് തകഴിയെ പറ്റി പൊതുവെ പറയുന്നത് ഭയങ്കരമായിട്ട് പൈസ പിശുക്കുക എന്നുള്ളത് സ്ഥിരം പറയപ്പെടുന്നതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്തൊരു 10 രൂപ കിട്ടി. അച്ഛൻ അത് ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. 10 രൂപ 10 രൂപ തകയിൽ നിന്ന് കിട്ടിയതാണ്. ഭയങ്കര അപൂർവമായിട്ടുള്ള സംഭവമാണെന്നുള്ള രീതിയിലാണ്. ഈ വയലാറായിട്ടല്ല വന്നായിരുന്നു അല്ലേ? വയലാറായിട്ട് വളരെ അടുത്ത വന്നായിരുന്നു. കാരണം വയലാർ സ്ഥിരമായിട്ട് ഇവിടെ വരാറുണ്ട്. പക്ഷെ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. അല്ല, ഈ നീലഗിരി, അതായത് രാമദാസ് വൈദ്യരുടെ നീലഗിരി ഹോട്ടൽ വെച്ചാണോ? നീലഗിരി ലോഡ്ജിൽ. അതെ അതെ, നീലഗിരി ലോഡ്ജിൽ വെച്ചാണോ എഴുതിയെന്നാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞത് നീലഗിരിയുടെ സഖികളെ എന്നുള്ള പാട്ടല്ലേ. പിന്നെ വയലാർ കൃതികളിൽ രാമദാസ് വൈദ്യർക്ക് സമർപ്പിച്ച കവിത എന്ന് പറഞ്ഞിട്ട് അത് 4 പേര്. അതെ 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 അതെ. അച്ഛൻ്റെ ഞാൻ വളരെ ഒരു ഡിഫറെൻ്റ് ആയി കണ്ടിട്ടുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ ഇപ്പോഴും പലരും പരിചയപ്പെടുന്ന സമയത്തൊക്കെ രാമദാസ് വൈദ്യർ ഞാനായിട്ട് ഭയങ്കര അടുത്ത ബന്ധമാണെന്ന് പറയാം. ഒരുവിധ ആളുകളൊക്കെ ഈ ഇത്രയും വലിയ പല സെക്ടറിലുള്ള ആളുകളായിട്ട് വളരെ അടുത്ത ബന്ധം സ്ഥാപിക്കാൻ കഴിയാവുന്ന ഒരു, അതിപ്പോൾ കേരളത്തിൻ്റെ തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെ ഉണ്ടാവും. അതായത് എല്ലാ തലത്തിലും ഉണ്ടാവണം.
രാംദാസ് വൈദ്യരെ എങ്ങനെയാണ് പരിചയപ്പെട്ടത്? രാമദാസ് വൈദ്യര് പാകശാല എൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണ്. രാംദാസ് വൈദ്യരായിട്ട് ഇങ്ങനെ അടുക്കാൻ കാരണം എന്താ? ഞാൻ കുട്ടിക്കാലം മുതലുള്ള ബന്ധമാണ്, അതുകൊണ്ടുള്ള ബന്ധമാണ്. പിന്നെ നിങ്ങളെക്കുറിച്ച് ഭയങ്കര ഒരു വട രാജാവൊക്കെ കിട്ടില്ല, എങ്ങനെയത്? 10 മിനിറ്റ് 36 ഇഡ്ഡലി കഴിച്ചിരുന്നു. 10 മിനിറ്റിൽ 36 ഇഡ്ഡലി കഴിച്ചിരുന്നു. 1.5 കിലോ കേക്ക് കഴിച്ചിരുന്നു. 7 കിലോ മാങ്ങ 2 മിനിറ്റിൽ കഴിച്ചിരുന്നു. ഇത് വൈദ്യരെ ശ്രദ്ധപ്പെട്ടപ്പോൾ വൈദ്യർ എനിക്ക് ഒരു 36 വടമാലിട്ടിട്ട് ദക്ഷിണേന്ത്യൻ രുചികളുള്ള വടമാലിട്ടിട്ട് ഒരു സ്വീകരണം തന്നു. അത് വൈദ്യർ ലോക ചിരിതനും കൊണ്ടാടുന്നെന്നാണ് അത് തന്നത്. പിന്നെ വൈദ്യരെ കുറിച്ച് ഓർമ്മിക്കുമ്പോൾ വേദനിക്കുന്നുണ്ട്. ശരിക്കും അതിൻ്റെ സങ്കടം എങ്ങനെയാണ് പറയുന്നത്? അങ്ങനെ പറയാൻ പറ്റും വൈദ്യരില്ലാത്തൊരു സങ്കടം? വൈദ്യര് ഇന്ന് പോയെങ്കിലും വൈദ്യരെ പറ്റിയിട്ട് വൈദ്യർ ചെയ്ത ഗുണങ്ങൾ ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. 30 കൊല്ലമായാലും 40 ആയാലും 50 ആയാലും മരണപ്പെട്ടു പോയ ആളുകൾ നല്ലത് ചെയ്താൽ നല്ലത് നിലനിൽക്കും. ആ നല്ലതാണ് ഇന്ന് വന്ന് ഞാൻ ഈ ചാനലിൽ ഇത് പറയാനുള്ള കാരണം. വൈദ്യർ ചെയ്ത നന്മകളാണ് ഇന്നിവിടെ നടക്കുന്നത്. വൈദ്യർ നാടി പിടിച്ച് രോഗം പറയുന്ന ആളാണ്. രോഗത്തിന് മരുന്ന് കൊടുക്കുന്നതിന് വൈദ്യർ നാടി പിടിച്ച് നോക്കിയിട്ടാണ്. മർമ്മ ചികിത്സയും കൂടിയാണ്. വൈദ്യരുള്ള കഴിവുകൾ ഇന്ന് കോഴിക്കോട് മറ്റുള്ളവർക്കുണ്ടോ എന്നുള്ളത് എൻ്റെ അറിവിൽ ഞാൻ കണ്ടിട്ടില്ല.